പോയിക്കൊണ്ടിരിക്കുന്നത് കിളിക്കൂട് ഷാപ്പിലാണ്. കിളിക്കൂട് ഷാപ്പ് നിങ്ങൾക്കറിയാമല്ലോ, കുമരകത്താണുള്ളത്. നമ്മൾ മാളൂട്ടിയുടെ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കോട്ടയത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വഴി നമ്മൾ കിളിക്കൂട് ഷാപ്പിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത് കേട്ടോ. ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഷാപ്പിൽ കയറി ഫുഡ് കഴിച്ചിട്ടൊക്കെ. എപ്പോഴെങ്കിലൊക്കെ നമ്മൾ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഷാപ്പിലെ ഫുഡ്. അപ്പോൾ നമ്മൾ പ്രവാസികൾക്ക് പ്രത്യേകിച്ച് അബ്രോഡൊക്കെ താമസിക്കുമ്പോഴത്തേനും നാട്ടിൽ ചെല്ലുമ്പോഴുള്ള ചില നൊസ്റ്റാൾജിയാണല്ലേ, ചില കറികൾ കഴിക്കുക, ഫാമിലിയുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക, അങ്ങനെയൊക്കെ. അപ്പോൾ ഞാനും ഹസ്ബൻഡും നമ്മുടെ ഫാമിലി ഫ്രണ്ടായിട്ടുള്ള വീട്ടിച്ചേട്ടനും പിന്നെ മാളൂട്ടി അത്ര ഉള്ളായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി പോകണം എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു. പക്ഷേ ചില സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് ഫാമിലിയായിട്ട് വരാൻ പറ്റിയില്ല. അപ്പോൾ ഹാഫ് ഫാമിലിയില്ല, കാൽ ഫാമിലിയായിട്ട് വന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ താമസിക്കുന്നത് ഒരു ജോയിൻറ്റ് ഫാമിലിയിലാണ്. അതായത് എൻ്റെ ഹസ്ബൻഡ് അടക്കം 3 ചേട്ടന്മാരും രണ്ട് ചേച്ചിമാരും ഞാനും എൻ്റെ ഹസ്ബൻഡ് അമ്മയും പിന്നെ ഞങ്ങളുടെ 3 പേരുടെ ഓരോരോ പിള്ളേരും വെച്ചിട്ട് അത്രയും പേരുണ്ട് നമ്മുടെ വീട്ടിൽ. അപ്പോൾ എല്ലാവരും കൂടി പോകണം എന്നൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്ന ഒരു സ്ഥലമായിരുന്നു ഷാപ്പ്. പക്ഷേ എല്ലാവർക്കും ഓരോ കാര്യങ്ങളും പിന്നെ ചില ദിവസം നമുക്ക് ചേട്ടൻ്റെ വീട് പണി തുടങ്ങാൻ പോകുന്നതിൻ്റെ കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി പോകാനൊന്നും പറ്റിയില്ല. പിന്നെ അവരൊക്കെ ഇടയ്ക്ക് വരുന്നതാണ് കേട്ടോ. ഞാൻ മാത്രമാണ് അങ്ങനെ ഷാപ്പിക്ക് വരാഞ്ഞത്. മാളുവിനെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴാണ് ഞാൻ ഫസ്റ്റ് ടൈം ഷാപ്പിൽ വരുന്നത്. അന്ന് ഫുഡ് കഴിക്കാൻ മാത്രമേ ചെയ്തുള്ളൂ, കള്ളൊന്നും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ വന്ന് കള്ള് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ട്രൈ ചെയ്തു കേട്ടോ. ഞാൻ കുടിച്ചു എനിക്ക്, പക്ഷെ ഒത്തിരി കുടിക്കണ്ടെന്ന് പറഞ്ഞു. കാരണം പിറ്റുന്ന ഇത് 25-ാം തീയതിയാണിത്. 26-ാം തീയതി ഈവനിങ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമല്ലോ ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഒത്തിരി കഴിച്ചില്ല, ലൈറ്റായിട്ടാണ് കഴിച്ചത് കേട്ടോ. ആളൂട്ടിയാണ് ആദ്യം എടുത്തുകൊണ്ട് പോയത്. ചിയേഴ്സ് പറയാൻ എല്ലാവരും കൂടെ ഒന്ന് ചിയേഴ്സൊക്കെ പറഞ്ഞു. വർത്താനത്തിന് തന്നെ നമുക്കൊരു ഇതില്ല. കാരണം നമുക്ക് അച്ചാറിടാൻ വേണ്ടിയിട്ട് മീനൊന്നും കിട്ടിയിട്ടുണ്ടായില്ല. അപ്പം അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയാണ്. അപ്പം ഹസ്ബൻഡിനെയും മോളനെയും കൊണ്ടുവരാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പം സോ അവർ വരുമ്പോൾ കൊണ്ടുവരാം എന്നുള്ള അങ്ങനെ നമ്മൾ കള്ള് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും നമ്മുടെ ഫുഡ് വന്നു. നമ്മൾ അവിടെ രാവിലെ ഉണ്ടായിരുന്നത് അപ്പം, പൊറോട്ട, കള്ളപ്പം, മീൻകറി, കപ്പ, അത്ര ഐറ്റംസാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നമ്മളൊരു ബീഫ് റോസ്റ്റ്, ബീഫ് കറി പറഞ്ഞു, ഒരു ചിക്കൻ റോസ്റ്റ് പറഞ്ഞു, ഒരു വരാല് ഫ്രൈ പറഞ്ഞു, പിന്നെ കരിമീൻ പൊള്ളിച്ചത് പറഞ്ഞു, കൂന്തൽ റോസ്റ്റ് പറഞ്ഞു, പിന്നെ കപ്പയ്ക്ക് അവർ ഗ്രേവി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും സാധനങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ചെമ്മീൻ റോസ്റ്റ് കൂടെ കഴിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനതിങ്ങനെ പറയാൻ പോയപ്പോഴത്തേനും കെട്ടും പറഞ്ഞു, ഇടി നീ എല്ലാം കൂടെ പറയല്ലേ, ഇത് കഴിച്ച് നോക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം, ഇത് തന്നെ കഴിക്കാൻ പറ്റുമെന്ന് നോക്കുക എന്ന് പറഞ്ഞു. 4 പേര്, 3 ഞങ്ങളും മാളും അല്ലേ. മാളു ഡയലോഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാളു ഒന്നും കഴിച്ചില്ല. മാളു ആ ചിക്കനും ആ പൊറോട്ടയും വെച്ച് അവിടെ ഇരുന്നു. ഒരു പൊറോട്ട കഴിച്ചതാണ്, ബാക്കി മാളുവിൻ്റെ ഫുള്ള് കഴിച്ചത് ഞാനാണ്. നമ്മൾ ഫുഡ് കഴിച്ച് പകുതി ആയപ്പോഴത്തേനും കരിമീൻ പൊള്ളിച്ചത് വന്നു. കരിമീൻ പൊള്ളിച്ചത് ഗ്രാമിനാണ്, അതായത് എത്ര ഗ്രാമിനാണ്, 1 ഗ്രാമിന് അങ്ങാണ്ടാണ് 100 ഗ്രാമിന് അങ്ങാണ്ട 170 അങ്ങനെ എന്തോ ആണ് റേറ്റ് വരുന്നത്. അങ്ങനെ 250-300 ഗ്രാമിൻ്റെ ഒരു കരിമീൻ പൊള്ളിച്ചതാണ് നമ്മൾ എടുത്തത്. ഇത് ഹെവി ആയിരുന്നു കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, അവൾ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല. അപ്പം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അപ്പച്ചനാണ് കൂടുതലും കഴിച്ചത്. എനിക്ക് ആ ബീഫും ഇച്ചിരി കൂന്തൽ റോസ്റ്റും ചിക്കനും അത് മതി. വരാലൊന്നും എനിക്കങ്ങനെ വേണമെന്നില്ലായിരുന്നു. അപ്പച്ചനാണ് വരാലിനോടൊക്കെ ഇഷ്ടമാണ് അപ്പച്ചന്. പിന്നെ നമ്മൾ ഷാപ്പിൽ പോയാൽ താറാവ് കഴിക്കണം എന്നാണ് പറയുക. പക്ഷെ താറാവ് ഞങ്ങൾ ഈ വരുന്നതിൻ്റെ തലേന്ന് നമ്മൾ താറാവിനെ മേടിച്ചിട്ട് താറാവായിരുന്നു കറി. സോ നമ്മൾ താറാവ് ട്രൈ ചെയ്തില്ല കേട്ടോ. ഇതാണ് കരിമീൻ പൊള്ളിച്ചത് വാഴയിലയുടെ ആ ഒരു ഫ്ലേവറും. മാളൂട്ടി ആ ചെറുനാരങ്ങ ഒഴിച്ചായിരുന്നു. എനിക്ക് ആ ചെറുനാരങ്ങ വെച്ചപ്പോൾ അതിൻ്റെ ഇത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇച്ചിരി കഴിക്കുകയാണ് ചെയ്തത്. ഫുഡ് വൈസ് സൂപ്പർ ഫുഡായിരുന്നു. പിന്നെ GSTയും വാറ്റും എല്ലാം കൂടെ ഫുഡിന് നല്ലൊരു പൈസയായിരുന്നു. നമ്മൾ പാഴ്സലായിട്ടൊരു കണവ ഫ്രൈയും
പിന്നെ ഒരു കരിമീൻ പൊള്ളിച്ചതും ഒരു സെറ്റ് അപ്പവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പാഴ്സൽ മേടിച്ചൊരു 3500 ആ ഒരു റേഞ്ചിൽ ബില്ല് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളൊരു കുടം കള്ളും കൂടെ പിന്നെ പറഞ്ഞായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതാണ് എൻ്റെ കോലം കേട്ടോ. നടക്കാൻ വയ്യാന്ന് ജീവിച്ചിരിക്കില്ലെന്ന് പറഞ്ഞ അവസ്ഥയിലാണ് ഫുഡ് കഴിച്ചിട്ട് ഹെവി ആയിട്ട്. അങ്ങനെ അവിടെ നിന്ന് നടന്നു. പിന്നെ നമ്മൾ കാറിൽ കയറി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് എനിക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പം എല്ലാവർക്കും ഈ ഷാപ്പിൽ വന്ന് ഫുഡ് കഴിക്കാൻ പറ്റണമെന്നില്ലല്ലോ. നിങ്ങളുടെ വീടിൻ്റെ അവിടെയുള്ള ഷാപ്പിലൊക്കെ പോയിട്ട് ഇടയ്ക്ക് ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം, അല്ലാതെ കള്ളു കുടിക്കാൻ പോകണമെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. അങ്ങനെ ഫുഡ് കഴിച്ചു. പണ്ടിപ്പോൾ ഇവിടെ വന്നപ്പോൾ മുന്തിരിക്കള്ള് അങ്ങനെ ഫ്ലേവേഡ് ഉണ്ടായിരുന്നു ഇത്ര. പക്ഷെ ഇപ്പം അത് നിർത്തലാക്കി. ഇപ്പോൾ പിള്ളേർക്കൊന്നും കൊടുക്കാൻ പാടില്ല എന്നാക്കി എന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കയറി വണ്ടി എടുത്ത് നമ്മൾ നേരെ വൈക്കത്ത് വീട്ടിൽ പോകാൻ വേണ്ടി തിരിച്ചു. ആ തിരിച്ചതിൻ്റെ ഇടയിലാണ് പറയുന്നത് ഈ വഴിയിലാണ് നമ്മുടെ താജ് ഹോട്ടൽ ഉണ്ട്. അപ്പം കയറിയപ്പോൾ തൊട്ട് പറയുന്നതാണ് അതൊന്ന് കാണണമെന്ന്. മാളുവിന് അവിടെ ഇറങ്ങി ഒരു ചായയൊക്കെ കുടിക്കണമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഓൾറെഡി വയറ് ഫുള്ളായതുകൊണ്ട് പുള്ളിക്കാരിനെ ഞങ്ങൾ കിടത്തി ഉറക്കി കേട്ടോ. കാരണം വാള് വെക്കുന്നൊരു സ്വഭാവം ഉണ്ട് അവൾക്ക്. അപ്പോൾ അവൾ വങ്ങാനും വാള് വെച്ചാലോ എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. കാരണം ഫുഡ് കഴിച്ചായിരുന്നു, രാവിലെ അങ്ങ് എഴുന്നേൽപ്പിച്ചതാണ്. അപ്പോൾ എല്ലാവർക്കും അന്നത്തെ ദിവസം നമ്മുടെ വീട്ടിൽ കറണ്ട് ഇല്ലായിരുന്നു. അത് കാരണം ഉറക്കത്തിൻ്റെ ഫുഡ് കഴിച്ചതിൻ്റെ മത്ത് ഉണ്ട്. ഞാൻ വരുന്ന ആ ഒരു കോലം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കാണുമല്ലോ, നടക്കാൻ പോലും വയ്യ. അങ്ങനെയാണ്. ആ ചുരിദാർ എനിക്ക് ഹസ്ബൻഡ് വിഷുവിന് ഗിഫ്റ്റായിട്ട് മേടിച്ച് തന്നതാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഏത് ഷോപ്പാന്ന് മറന്നുപോയി. അവിടുത്തെ ഷോപ്പിലാണ്. ഒരു 1000 ആണ് അതിൻ്റെ റേഞ്ച് വരുന്നത്. പക്ഷേ നല്ലതാണ് കേട്ടോ. എനിക്ക് കൂടുതലും ഹസ്ബൻഡ് ഇങ്ങനെ ക്രീം കളർ ഡ്രസ്സുകളോടാണ് കൂടുതൽ ക്രേസ്. സെറ്റ് ടൈപ്പ് വരുന്നത്. ഇനി നമ്മളിത് പോകുന്ന വഴിക്ക് ഞാൻ ജസ്റ്റ് എടുത്തു എന്നേ ഉള്ളൂ. ബോട്ടിങ്ങിനുള്ള സ്ഥലമുണ്ട്. ഇത് നമ്മുടെ അവിടുത്തെ അഗ്രികൾച്ചറൽ ഫാമാണ്. അപ്പം ജസ്റ്റ് പോണ വഴിയുള്ള വ്യൂ കണ്ടപ്പം ഒന്നെടുത്ത്. ഇതിനോട് തൊട്ട് ചേർന്നിട്ടാണ് നമ്മുടെ താജ് ഹോട്ടൽ വരുന്നത്. അപ്പം ഞങ്ങൾ വണ്ടി ഒന്ന് സ്ലോ ചെയ്ത് പിക്ചർ എടുക്കാൻ നോക്കിയപ്പോഴത്തേനും അവിടുത്തെ സെക്യൂരിറ്റിക്കാർ വന്ന് നോക്കി. അപ്പം നമുക്ക് പേടിയായി, നമ്മൾ പുറകിങ്ങനെ ഒരു വന്നാൽ വെച്ചിട്ട് പിന്നെ വണ്ടി എടുത്തിട്ട് വേഗം പോയി കേട്ടോ. പിന്നെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ബോട്ടിൻ്റെതായ കുറച്ച് സ്ഥലങ്ങളുണ്ടായിരുന്നു. അതൊക്കെ കണ്ടു. ഹൗസ് ബോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്ത് സ്വഭാവമാണോ? വെള്ളച്ചാട്ടം ഉണ്ട് അവിടെ, വെള്ളച്ചാട്ടം ബോട്ടിങ്. എന്നെ ഇതുവരെ കയറ്റാത്തോണ്ടല്ലേ എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു ആക്രാന്തം. ഇതൊക്കെ ഹൗസ് ബോട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വന്നു, വീട്ടിൽ വന്ന് കിടന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. അന്നാണ് നമ്മുടെ കാലാക്കിയിലെ തടിയായിരുന്നത്. അപ്പം കാലാക്കിയിലെ തടി കാണാൻ വേണ്ടി സ്വപ്നങ്ങളിൽ മാത്രം പോയി. അപ്പം നമ്മൾ പോയത് നമ്മുടെ വി പി ചേട്ടൻ്റെ വൈഫ് വന്നിട്ടുണ്ടായിരുന്നു, പിള്ളേർ മോൻ വന്നിട്ടുണ്ടായിരുന്നില്ല, മോള് വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ ബോട്ടാണ് കേട്ടോ, ബോട്ടിങ് ആണ്. കായലിൽ ബോട്ടിങ് ചെയ്യുന്നവരുണ്ടാവും, അതുപോലെ കുഞ്ഞ് ഇതിൽ ബോട്ടിങ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇത് കാലാക്കിയുള്ള തടിയാണ് കേട്ടോ.
കാലാക്കിയിലെ തടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു തടി എന്ന് പറഞ്ഞത് ഒരു അരിപ്പൊടിയും തേങ്ങയും ശർക്കരയൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു പലഹാരമാണ്. അതിങ്ങനെ ഒരു നമ്മൾ പറയുക പാളയിൽ പൊതിഞ്ഞ് ഉണ്ടാക്കുകയാണ് ചെയ്യുക. എന്നിട്ടത് സ്റ്റീം ചെയ്തെടുക്കുക ചെയ്യുക. അപ്പോൾ അത് നമ്മൾ പല രീതിയിൽ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടാണ് ദൈവത്തിനെ നേദിക്കാനായിട്ട് കൊണ്ടുപോവുക. അപ്പം നന്ദികേശനാണ് കേട്ടോ കാലാക്കേല വല്ലിച്ചെന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നേദിച്ചിട്ട് അതാണ് ആ ചടങ്ങ്. അപ്പം അത് ഇങ്ങനെ പല രീതിയിലുള്ള ഡെക്കറേഷനായിട്ടും പല സൈഡിൽ നിന്ന് പല രീതിയിലുള്ള ഒരാഘോഷം. കുമ്പോടം പോലത്തെ ഇതിൽ അങ്ങനെയൊക്കെ. അപ്പോൾ ഓരോ ഭാഗത്ത് ഓരോരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ആണല്ലോ അല്ലേ. അപ്പം നമ്മുടെ ഈ ഭാഗത്ത് തന്നെ ഇപ്പോൾ എന്താ പറയുക, പൂജ ഉണ്ടായിരുന്നു, ഇപ്പോൾ തടി ഉണ്ടായിരുന്നു. ഇതൊക്കെ എന്താണെന്നൊക്കെ പറഞ്ഞു തരാനായിട്ട് കൂടുതലൊന്നും എനിക്കറിയില്ല, ഇതൊക്കെ അറിയുള്ളൂ. അപ്പം പ്രാവശ്യം വൈക്കത്ത് ചെന്നിട്ട് മൊത്തം ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് കൂടാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട്. എനിക്ക് അതിനുള്ള അനുഗ്രഹം തന്നു. കണ്ടു ഓരോരുത്തരും ഓരോ രീതിയിലാണ് കടുക് പോകുന്നത് കേട്ടോ. അപ്പം മാളുവിൻ്റെ ഡാൻസും അതിൻ്റെ ഇടയിൽ നിന്ന് കാണാൻ പറ്റിയിട്ടുണ്ടാവും. അപ്പം അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും നമുക്ക് ടാറ്റാ.